വയനാട് ദുരന്തഭൂമി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുകയാണ്. വ്യോമമാർഗം അദ്ദേഹം ദുരന്തമേഖലകളിൽ നിരീക്ഷണം നടത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം കാർ മാർഗം ബെയിലി പാലത്തിലും ദുരന്തമുണ്ടായ ചൂരൽമലയിലും മുണ്ടക്കയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുകയും ചെയ്യും. അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തും. അവിടെയുള്ള ദുരിതബാധിതരായ ചിലരെ നേരിട്ട് കാണുകയും ചെയ്യും. അതിനുശേഷം അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചതിന് ശേഷം കളക്ട്രേറ്റിലെത്തി മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരോടുമൊപ്പം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. ഇപ്പോൾ കേരളം പ്രതീക്ഷിക്കുന്നത് വലിയ തരത്തിലുള്ള ഒരു ദുരിതാശ്വാസ പാക്കേജ്, വയനാടിനായി പ്രത്യേക പാക്കേജ് വേണമെന്നുള്ള കേരളത്തിൻ്റെ ആവശ്യം, അതോടൊപ്പം തന്നെ തീവ്ര ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യങ്ങൾ കേന്ദ്രം അതേ രീതിയിൽ പരിഗണിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കെ.ടി. സ്വാലിഹ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സ്വാലിഹ്, ഇപ്പോൾ വ്യോമ നിരീക്ഷണം പൂർത്തിയായി കഴിഞ്ഞോ? അതിനുശേഷം അദ്ദേഹം കാർ മാർഗം ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും അടക്കം സന്ദർശനം നടത്തുകയും ചെയ്യും. സിജു, കൽപ്പറ്റയിൽ ഹെലികോപ്റ്റർ ഇറങ്ങി അദ്ദേഹം ഈ ചൂരൽമലയിലേക്ക് നേരിട്ട് കാർമാർഗം പോകും, മേപ്പാടി വഴി ചൂരൽമലയിൽ പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ചൂരൽമലയിൽ ബെയിലി പാലം ഉൾപ്പെടെയുള്ളവ നേരിട്ട് കാണും. അതിനുശേഷം ക്യാമ്പിലേക്ക് വരും. പിന്നീട് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കൂടി, വിംസ് ആശുപത്രിയിൽ കൂടി സന്ദർശനം നടത്തും. തുടർന്നാണ് കലക്ട്രേറ്റിലേക്ക് അവലോകന യോഗത്തിനായി എത്തുക. വലിയ ഗതാഗത നിയന്ത്രണം ഇന്ന് രാവിലെ മുതൽ തന്നെ കൽപ്പറ്റ നഗരത്തിലുണ്ട്. മറ്റു വാഹനങ്ങളൊന്നും പ്രധാന പാതയിലേക്ക്, പ്രധാനമന്ത്രി കടന്നു പോകുന്ന ഈ കൽപ്പറ്റ റോഡിലേക്ക് മറ്റു വാഹനങ്ങൾക്കൊന്നും തന്നെ പ്രവേശനമില്ല. ഇട റോഡുകളെല്ലാം, ചെറിയ റോഡുകളെല്ലാം തന്നെ പൂർണ്ണമായി അടച്ചിട്ടിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനൊന്നും തന്നെ അനുമതിയില്ല. മാധ്യമപ്രവർത്തകർക്ക് പോലും ഈ ഭാഗത്തേക്ക് ഇന്ന് അനുമതി നൽകുന്നില്ല. ഈ പ്രധാനമന്ത്രി കടന്നു പോകുന്ന മേപ്പാടി നിന്ന് ചൂരൽമലയിലേക്ക് പോകുന്ന വഴിയിലും വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആംബുലൻസ് സർവീസിനൊക്കെ മാത്രമായി മാറ്റിവെച്ചിരുന്ന റോട്ടിൽ ഇന്ന് മറ്റു വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള കർശനമായ സുരക്ഷ SPGയുടെ ട്രയൽ റൺ ഇന്നലെ വൈകിട്ട് തന്നെ പൂർത്തിയായിരുന്നു. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. റോഡിൻ്റെ വശങ്ങളിൽ ആളുകൾ പ്രധാനമന്ത്രിയെ കാണാൻ കൂടി നിൽക്കുന്നുണ്ട്. ഇത് ആദ്യമായാണ്, പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യമായാണ് അദ്ദേഹം വയനാട്ടിലേക്ക് വരുന്നത്. വലിയ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ വയനാടിനുണ്ട്. വലിയ സഹായ പാക്കേജ്, ഒരു സമഗ്രമായ പാക്കേജ് ലഭിക്കുമെന്ന പ്രതീക്ഷ സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം വയനാട്ടുകാരും പ്രതീക്ഷിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ഇപ്പോൾ വയനാട്ടിലെ ദുരന്ത മേഖലകളിലൂടെ വ്യോമ നിരീക്ഷണം നടത്തുകയാണ്. അതിനുശേഷം അദ്ദേഹം ചൂരൽമലയിലും മുണ്ടക്കയിലും അടക്കം സന്ദർശനം നടത്തും. ബെയിലി പാലത്തിലൂടെ നടന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നുള്ള വിവരങ്ങളാണ് നൽകാൻ കഴിയുന്നത്.